ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്യൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ് ഇതിൻ്റെ മെത്തേഡെന്ന് പറയുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും പോയി വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ടിക്ക മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൈം മതി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കന് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറാണ്, മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ സാധാ നമ്മൾ ഉണക്കി പൊടിച്ച ചില്ലി പൗഡർ ഇല്ലേ, അതും കൂടെ ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് എടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ഗരം മസാല എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ചിക്കൻ ടിക്ക മസാല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്തൂർ മസാല ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിന് വേണ്ടി കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കേർഡ് ഒരു 3/4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നമുക്ക് ആ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ നിങ്ങൾ ഒഴിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ആ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ആ ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ കുറേശ്ശെ ആഡ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കുക. കാര്യം ഓയിൽ ഒരുപാട് കൂടിപ്പോവാതെ നോക്കുക നിങ്ങൾ. ഞാനിപ്പോൾ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്റ്റിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഏത് തവയാണോ നമ്മൾ എടുക്കുന്ന അതിൻ്റെ സൈസിന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. നമുക്ക് ആ കൈ ഒന്ന് ഫ്രൈ ചെയ്യാൻ ടൈമിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചിക്കൻ അതിനകത്തോട്ട് നമ്മൾ സ്റ്റിക്കിനകത്ത് കയറ്റിയതിന് ശേഷം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഞാനത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമ്മൾ എടുത്ത മസാല എല്ലാം കൂടി ഓയിലിൽ പുരട്ടി വെച്ചിരുന്നതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട്. ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന സ്റ്റിക്കിനകത്തോട്ട് കയറ്റാം. നമ്മൾ സ്റ്റിക്കിനകത്ത് ഇതേപോലെ കുത്തിയാണ് ചിക്കൻ ടിക്ക ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ചിക്കൻ പീസ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചൊരു മീഡിയം സൈസ് ഇച്ചിരി വലിയ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക. കേർഡ് ആഡ് ചെയ്യാൻ മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ. ഇതേപോലെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കയറ്റുക. ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് നന്നായിട്ട് ചിക്കൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റിക്കിലും കൂടി ചിക്കൻ ഇതേപോലെ കുത്തി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സവാള കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ടൊമാറ്റോ എല്ലാം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ ഇടയ്ക്ക്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 3/4 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത് ചിക്കന് ടിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അതിനകത്ത് മസാലയൊക്കെ ഇപ്പോൾ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിത് തവയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്യണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ ഓരോ സ്റ്റിക്കായിട്ട് ഇതിൽ പാനിലോട്ട് ആഡ് ചെയ്യുക. ഓയിലിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടത് ഒരു കരിഞ്ഞ കണക്കത്തെ സ്മെല്ലാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓയിൽ ചെയ്ത് കൊടുത്താൽ അതങ്ങ് ചിക്കൻ ഫ്രൈ ആയി പോവും. സോ കുറച്ച് ഓയിൽ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് ഓയിൽ കുറയുകയാണെങ്കിൽ ആ ടൈമിൽ ആ ചിക്കൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കണ്ടോ, സ്റ്റിക്ക് ഇരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് സ്റ്റിക്ക്. ചെറിയൊരു പീസ് അത് മാറ്റിയത് ഞാൻ സ്റ്റിക്കിനകത്ത് കയറ്റാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത് സെപ്പറേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന ഒരു പീസ് മാത്രം. ഞാനിത് അടച്ചു വെച്ചാൽ ഫ്രൈ ചെയ്യുന്നേ. നമ്മൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക സൈഡ്, എന്നാൽ മാത്രമേ എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടത്തുള്ളൂ. എല്ലാ സൈഡും നമ്മൾ കൈ വെച്ചിട്ട് ആ സ്റ്റിക്കിൽ പിടിച്ചിട്ട് മാറ്റി മാറ്റി ഓരോ സൈഡും മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ചിക്കൻ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്തൊന്ന് നോക്കുക കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് വെന്തോന്ന് നോക്കുക. നമുക്കത് ചിക്കനകത്ത് എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഇളകി വരുവാണെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. രണ്ട് ചിക്കൻ ടിക്കയുടെ സ്റ്റിക്കും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഒരു ബ്ലാക്ക് കളറിലൊക്കെ ആ ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്മോക്കി സ്മെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കരിച്ചെടുക്കാൻ പോകുന്നത്. എല്ലാ സൈഡും നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കരിച്ചെടുക്കുക. ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് നമുക്ക് സാധാ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടായാലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. രണ്ടായാലും നമ്മൾ ഇലക്ട്രിക് സ്റ്റൗ ആയാലും സാധാ ഗ്യാസ് സ്റ്റൗ ആയാലും സ്മെല്ലെല്ലാം നമുക്ക് ഒരേപോലെ കിട്ടുന്നതായിരിക്കും, വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഇത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കരിഞ്ഞ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഗ്രില്ലിൽ ചെയ്യുന്ന അതേ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ഇതിൽ ചെയ്താലും കിട്ടും. കണ്ടോ, അതിൽ നിന്ന് നല്ല പുകയൊക്കെ വരുന്നുണ്ട്. നമ്മളതൊന്ന് ചുട്ടെടുക്കുമ്പോൾ നല്ല പുകയൊക്കെ വരും അതിൽ നിന്ന്, സൈഡിൽ നിന്നൊക്കെ. എല്ലാ സൈഡും ചുറ്റി എടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു നല്ലൊരു ഗ്രില്ലിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ അതിന്. ഇതിപ്പോൾ ഞാൻ രണ്ട് സ്റ്റിക്കും ഇവിടെ നന്നായിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളും അപ്പോൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിൽ വലിയ ടൈമൊന്നും എടുക്കത്തില്ല ഇതൊന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് മയണൈസാണ് ഇതിൻ്റെ കൂടെ വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മയണൈസും ചിക്കൻ ടിക്കും കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. മയണൈസിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.